ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഭവം കേണൽ റഹീമിൻ്റെ ഒരു കൾമിനേഷനാണ്. അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഞാൻ നറേറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ലാൽ സാറിനോട് നറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നിർമ്മാതാക്കൾ ഇതിനകത്ത് എൻ്റെ കൂടെയുണ്ട്. ആന്റണി ചേട്ടനുണ്ട്, ലാൽ സാറുണ്ട്. അപ്പോൾ ലാൽ സാർ ഇത് കേൾക്കുമ്പോൾ ലാൽ സാർ ആക്ച്വലി നിങ്ങൾ സംസാരിക്കുന്ന പോലും അല്ല കേട്ടോ. ലാൽ സാർ ഇതിനകത്തെ ഓരോ ഡിസിഡൻറ്റിൻ്റെയും കാര്യം എന്നോട് പറയുന്നു. ജമാൽ ഖഷോഗിയുടെ സ്റ്റോറി എന്നോട് പറയുന്നുണ്ട്, അലക്സി നവാൽനിയുടെ സ്റ്റോറി അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, അദ്ദേഹം ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ നോവിച്ചോക്ക് എന്ന് പറഞ്ഞ കെമിക്കൽ കിം ജോങ്ങിൻ്റെ ബ്രദറിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ഒരു തലത്തിൽ ഡിസിഡൻസ് ആണ്. അപ്പോൾ ഈ പല ഡിസിഡൻസിനെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊരു ത്രില്ലോടുകൂടിയാണ് കേട്ടിരുന്നിട്ട് റഹീമിനൊക്കെ എത്തിയപ്പോഴേക്കും അദ്ദേഹം അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കുറേ കാലമായി, പക്ഷേ ചെയ്യാൻ തോന്നുന്നുണ്ട്, ചെയ്തേക്കാം എന്നുള്ള ഒരു ധൈര്യമാണ് നമുക്ക് തരുന്നത്. അതെനിക്ക് തോന്നുന്നു എൻ്റെ മുൻ പടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. ലാൽ സാറുമായിട്ട് സംസാരിച്ചു രാവിലെ. അപ്പോൾ സാർ തിരിച്ചെത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ സംസാരിച്ച് ഞാൻ അമേരിക്ക വെച്ച് പടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു.